ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. ഉഷക്കാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ. ഉഷക്കാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ. ഉഷക്കാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷക്കാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഇതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വിലയേറിയ ഭാഗ്യത്തെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവ് സകലവും ചന്തമായി ചെയ്യുന്ന കർത്താവ് ഇന്ന് പകലിലും നമ്മുടെ നടുവിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നമ്മൾ വരുന്നു. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു, അവയുടെ വായെ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ പ്രഭാതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്നത്. ഈ 6-ാമത്തെ അധ്യായം നമുക്കറിയാം, ദാനിയേലിനെ ഒത്തിരി വിഷമിപ്പിച്ച ചില രേഖകളൊക്കെ എഴുതി വെച്ച ഒരു അധ്യായമാണ്. 10-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ദാനിയേലിന് വിരോധമായി രേഖ എഴുതി പിടിപ്പിച്ച ഒരവസ്ഥയിൽ കൂടെയൊക്കെ ദാനിയേൽ കടന്നുപോയി. ദാനിയേൽ ചെയ്തത് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദാനിയേൽ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിൽ ഭരിക്കുന്ന രാജാവിൻ്റെ അകമ്പടി നായകന്മാരൊക്കെ ഷണ്ണന്മാർ കണ്ടപ്പോ സ്തോത്രം, ദാനിയേൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് വിരോധമായി ഒരു സിംഹത്തിൻ്റെ കൂടൊരുക്കി. ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നീ ആരാധിക്കുന്ന വ്യക്തിയാണോ? അഭിഷക്തനെ, നിങ്ങളുടെ ശബ്ദം ദൈവശബ്ദമാണോ നിങ്ങൾ സംസാരിക്കുന്നത്? എങ്കിൽ ഉറപ്പായിട്ടും ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നവനെ എക്കാലത്തും കുഴിച്ചുമൂടാൻ ഒരു സമൂഹം തയ്യാറായി മുൻപിൽ വരും.
എന്നാൽ ദാനിയേലിനെ കൊന്നുകളയാനുള്ള പരിപാടി രാജാവ് ഇടുമ്പോൾ രാജാവിൻ്റെ ഭൃത്യന്മാർക്കും രാജാവിൻ്റെ അകമ്പടിനായന്മാർക്കൊന്നും പ്രാർത്ഥിക്കുന്ന, സ്തോത്രം ആരാധിക്കുന്ന ഈ ബാലന്മാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ദാര്യാവേശ് രേഖയും വിരോധകൽപ്പനയും എഴുതിയെങ്കിലും ദാനിയേൽ ഇതെല്ലാം അറിഞ്ഞു. പ്രാർത്ഥന ഉള്ളവനും ആരാധന ഉള്ളവനും മുഴങ്കാൽ മടക്കുക എന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. ആമേൻ. നിങ്ങൾക്ക് എത്രയോ പ്രാവശ്യം രേഖകൾ എഴുതിയല്ലേ വിരോധമായി? പ്രൈസ് ദി ലോർഡ്. കുടുംബത്തെ നോക്കി രേഖ എഴുതിയില്ലേ? തലമുറയെ നോക്കി രേഖ എഴുതിയില്ലേ? നിങ്ങളുടെ ഭർത്താവിനെ നോക്കി രേഖ എഴുതിയില്ലേ ശത്രു? നിങ്ങളുടെ ഭാര്യയെ നോക്കി രേഖ എഴുതിയില്ലേ? നിങ്ങളുടെ ആത്മീയത്തെ നോക്കി വെല്ലുവിളിച്ച് രേഖ എഴുതിയില്ലേ? എന്നാൽ ആ രേഖയെല്ലാം തിരുത്തി എഴുതിയില്ലേ ദൈവം? ചെറിയ കഷ്ടതകളും ചെറിയ വേദനകളും ചെറിയ വിഷമം നഷ്ടമൊക്കെ വന്നെങ്കിലും കർത്താവ് നിത്യപരാജയത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരു വലിയ വിടുതൽ ദൈവം അയച്ചില്ലേ? അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. അതാ ഇവിടെ നമ്മൾ വായിച്ചത്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. കണ്ടോ? ഉറപ്പിച്ചു പറയാവുന്ന പകൽക്കാലം എന്തോ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ദൂതന്മാർ നമ്മുടെ അടുത്തിറക്കുക. ദൈവം സ്തോത്രം. ചില ഞൊടിനേരത്തേക്കുള്ള ചില സങ്കടങ്ങളും ചില അനർത്ഥങ്ങളും ദൈവാത്മാവ് തുടച്ചു നീക്കുന്ന നിമിഷങ്ങളാക്കി ദൈവം തീർക്കാൻ പോകുക. കാരണം പരിശുദ്ധാത്മാവിന്റെ നിയോഗം അതിശ്രേഷ്ഠകരമായി വെളിപ്പെടുവാൻ വളരെ പ്രാർത്ഥനയോടും ദൈവകൃപയോടും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. ആ ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ വലിയ ദൈവത്തിന്റെ കരുണയും വലിയ ദൈവത്തിന്റെ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രഭാതവേളയിൽ, ആമേൻ, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. ആരെ? സിംഹത്തിന്റെ വായെ. ദൈവപൈതലെ, നിനക്കെതിരെ ദുഷിക്കുന്നവർ, നിനക്കെതിരെ ഭോഷ്ക് പറയുന്നവർ, നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർ, അവരുടെ വായ ദൈവം അടയ്ക്കാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാണെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവപൈതലാണെങ്കിൽ ഇതൊന്നും ഓർത്ത് നീ ഭാരപ്പെടണ്ട. അഭിഷേകത്തിനെ നിങ്ങളെക്കുറിച്ച് എന്തുമാത്രം അപവാദം പറഞ്ഞല്ലേ? അഭിഷേകത്തെ നിങ്ങളെക്കുറിച്ച് എന്തുമാത്രം അപവാദം പറഞ്ഞല്ലേ? ഭാരപ്പെടണ്ട. അധരങ്ങൾ ദൈവം അടയ്ക്കാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ തന്റെ നാവ് കൊണ്ട് സാക്ഷ്യം പറയുക. ഞാൻ ചെല്ലും മുൻപേ, ഞാൻ ഗുഹയ്ക്കകത്തെത്തും, സിംഹത്തിന്റെ കൂട്ടിൽ എത്തും മുൻപേ, ആമേൻ, സിംഹങ്ങളുടെ വായ അടച്ച് ആ കൂടെല്ലാം വൃത്തിയാക്കി എൻ്റെ മകൻ വരികയാണ്. അവനിവിടെ പ്രാർത്ഥിക്കാനുള്ളതാ. യെസ്, സിംഹത്തിന്റെ കൂടെല്ലാം വൃത്തിയാക്കിയിട്ട്, ആമേൻ, എവരിത്തിങ് ക്ലിയർ, അടിപൊളിയാക്കിയിട്ട്, പിള്ളേരെ ഭാഷയെ പറഞ്ഞ എല്ലാ നിലയിലും കൂട് സൂപ്പറാക്കിയിട്ടിട്ട് ഒരു നല്ല ഒരു മെത്ത കൂടെ ദാനിയേലിന് കൊടുത്തു. സ്തോത്രം. ദാനിയേല് ആ മെത്തപ്പുറത്ത് കിടന്നാ ഉറങ്ങിയത്. അതല്ലേ പറഞ്ഞ ദാനിയേലിന്, ആമേൻ, ആ സിംഹത്തിന്റെ വയറ്, ആമേൻ, കൊടുത്ത് ഉറങ്ങാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, ദാവീദ് രാജാവിന് കാട്ടിലായിരുന്നപ്പോൾ തനിക്കും, ആമേൻ, സ്തോത്രം, ഒത്തിരി പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷെ അവിടെ എല്ലാം ദാവീദിനെയും കരുതി ഒരു ദൈവമുണ്ട്. കേട്ടോ? പ്രൈസ് ദി ലോർഡ്. ദാവീദിന് വിരോധമായി ഒരു കൂട്ടം പേർ എണീറ്റപ്പോൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ഗുഹകളിലും പാറപ്പൊത്തുകളിലും പാർത്ത ദാവീദ്, എന്നാൽ അതിൻ്റെ മധ്യത്തിലും
ഒരു ദോഷവും തട്ടാതെ ദാവീദിനെ പുറത്തെടുത്തില്ല ദൈവം. അതുപോലെ ദാനിയേൽ പറയുക, എൻ്റെ ദൈവം എനിക്ക് ഒരു ദോഷവും വരുത്തിയിട്ടില്ല. പറയാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം? ചെറിയ വാഴ്ത്തത്വങ്ങളൊക്കെ നിവർത്തിക്കാനുണ്ട്, അതൊക്കെ ദൈവം തരും. ഒന്ന്, അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവിനോട് പറയും, രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പൊ രാജാവ് ഉറങ്ങിക്കിടക്കുക. അപ്പോ ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തിയിൽ ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ ആ ദൈവത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? എന്നിട്ട് പറ, ദൈവമേ, തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുക. നോക്കൂ, 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ രാജാവിന്റെ കൽപ്പനയിൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തുന്നവരെ കൊണ്ടുവന്ന് അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുൻപേ സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. ഓ, ശൂഡമന ഋഗമന അതുരക ഋഗൽഖന ജൂഡമന ഋഗൽഖനാദി. കണ്ടോ, ദൈവത്തിന് പ്രിയപ്പെട്ടവനെ തൊട്ടാൽ അതേ ഗുഹയ്ക്കകത്ത്, നമുക്കറിയാം, മോർദെഖായിക്കെതിരെ ഒരുക്കി വെച്ച കഴുകുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിയില്ലേ? സ്തോത്രം. ഹാമാന്റെ വീടും ഹാമാന്റെ സകലവിധ സ്വത്തുക്കളും മോർദെഖായിക്കും എസ്തേറിനും കൊടുത്തില്ലേ ദൈവം? എൻ്റെ ദൈവം നീതിമാനായ ദൈവമാണ്. ഹല്ലേലൂയ. നോയിക്കേ, ആരാണോ ഇടാൻ വേണ്ടി പുറപ്പെട്ട് കള്ളം ചുമത്തിയത്, പോഷ്ക്ക് പറഞ്ഞത്, ഇന്ന് പകലിൽ സകല ആദരങ്ങളും അടയാൻ പോകുക. നിനക്കും തലമുറയ്ക്കും കുടുംബത്തിനും ആത്മീയത്തിനും സഭയ്ക്കും നേരെ ആക്ഷേപിക്കുന്ന ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരുതലിന് പകൽക്കാലം വെളിപ്പെടുത്തുവാൻ പോകുക. ദൈവദാസനെ ചിലതൊക്കെ സഭയിൽ നിന്ന് ദൈവം പിഴുതെറിയും. ശമനപരകതുനി. ആമേൻ, സ്തോത്രം. ആമേൻ. ബോധിക്കുന്നതിനെ കൊണ്ട് സഭ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലതിനെ ആരും ഓട്ടിക്കാതെ സഭയ്ക്കകത്തുനിന്ന് പിഴുതെറിഞ്ഞിട്ട് ചില ദാഹത്തോടെ ഉള്ള കുടുംബങ്ങളെ സഭയ്ക്കകത്ത് ദൈവം കൊണ്ടുവരും. പ്രാർത്ഥിക്കുക ദൈവദാസനെ. സ്തോത്രം. ആമേൻ. ഞാൻ പാസ്റ്ററിന്റെ മോനാണ്, ഞാൻ പാസ്റ്ററിന്റെ മകളാണ്, ആമേൻ, ഞാൻ പാരമ്പര്യമായി ഇങ്ങനെയാണ്. നോ, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. കർത്താവിന് മുഖപക്ഷമില്ല കേട്ടോ. ഹല്ലേലൂയ. നോയിക്കേ, അതേ സിംഹത്തിന്റെ കൂട്ടിൽ ദാനിയേലിനെ വിധിച്ച അതേ രാജാവ് എല്ലാരെയും കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാരെയും കൊണ്ടുവന്ന് അതിനകത്തിട്ടു. 24-ാം വാക്യം നിങ്ങൾ കുറിച്ചു വെച്ചോ. ചിലത് ദൈവം ഈ നവംബർ മാസം കഴിയും മുമ്പേ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്താൻ പോകയാ. ശുഡപനരഗതനാകര. നിന്നെ അടച്ചാക്ഷേപിച്ച ചില കുടുംബങ്ങൾ, നിന്നെ ചില വ്യക്തികളുണ്ട്. അവരുടെ മുമ്പിൽ ദൈവം നിന്നെ യോദ്ധാവാക്കി നിർത്തും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായ സ്തോത്രം. ദൈവം മാനിക്കും, കൃപയിൽ പൊതിയും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.